ആകാശവാണി. പരിഭവങ്ങളുടെ പാദസരം നാടകം. രചന മുഹമ്മദ് റോഷൻ. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, കടയ്ക്കൽ സുനിൽ, നാസർ അണ്ടൂർക്കോണം, സ്മിത സുരേഷ്, ജോആൻ അന്ന ജോൺ. സംവിധാനം റൂബി ബാബു. വാതിൽ പൂട്ടാതെയാണോ നീ കിടന്നത്? ഈ നേരത്തെ എന്തിനാ വാതിൽ പൂട്ടുന്നത്? ഞാൻ ഉറങ്ങുകയായിരുന്നില്ലല്ലോ. നല്ല മറുപടി. ഇത് എനിക്കും നിനക്കും അറിയാത്ത ഇടമാണ്. ആരെ എപ്പോൾ എന്തിനു വരും എന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. ഞാൻ ഈ ജാലകത്തിലൂടെ സന്ധ്യ കാണുകയായിരുന്നു. സന്ധ്യ? വാതിലിൽ മുട്ടിയ ഒച്ച കേട്ടപ്പോൾ നീ കമിൻ എന്ന് പറഞ്ഞത് എന്തിനാ? ആരാണെന്നറിയാതെയാണോ അകത്തേക്ക് ക്ഷണിക്കുന്നത്? നോക്കൂ, നമ്മളിവിടെ വന്നത് ഹണിമൂണിനല്ലേ, വഴക്കിടാനല്ലല്ലോ. ഞാൻ പിണക്കോ? എന്നെ കൂട്ടാതെ പ്രസാദ് പുറത്തു പോയില്ലേ? കാലു വേദനിക്കുന്നു എന്നും നടക്കാൻ വയ്യെന്നും നീയല്ലേ പറഞ്ഞത്? മധുവിത് പോലും. നിനക്ക് വാതിൽ പൂട്ടി അകത്തിരിക്കാനാണ് ഇഷ്ടം. അതിനാണെങ്കിൽ ഒരു പകലാകെ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്ത് ഇവിടെ വരേണ്ടിയിരുന്നില്ലല്ലോ. ഞാൻ നുണ പറഞ്ഞതല്ല പ്രസാദ്. ദേ, എന്റെ പാദം നോക്കൂ, ഞരമ്പ് ആകെ ചുവന്ന് തടിച്ച്. ഇന്നലെ നമ്മള് മണലിൽ ഒത്തിരി നേരം നടന്നതല്ലേ? ഞാൻ ആ തടാകക്കരയിൽ പോയിരുന്നു. നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബോട്ട് വാടകയ്ക്കെടുത്ത് നമുക്ക് തുഴയാമായിരുന്നു. അതിനെന്താ, നാളെ നമുക്ക് തീർച്ചയായിട്ടും പോവാം. ഇന്നത്തെ നഷ്ടം നഷ്ടം തന്നെ. നാളെ അതിനൊരു പരിഹാരമാവില്ല. വെറുതെ പിണങ്ങാതെ പ്രസാദ്. ഡേവിഡ് സാബിന് എങ്ങോട്ടാണ്? നീ എവിടെ പോകുന്നുണ്ടേ? ഈ സാബ്ജി എന്നെ പെണ്ണെ എന്നല്ലാതെ എന്നാ പേരൊന്ന് വിളിച്ച് കേൾക്കാൻ പറ്റുക? നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ ഞാൻ അങ്ങനെ വിളിക്കുന്നത്. നീ എങ്ങോട്ടാണ്? നല്ല ചോദ്യം. ഈ നേരത്തെ ഞാൻ കോട്ടേജിലെ പണിക്കാണ് പോകുന്നതെന്ന് സാബ്ജിക്ക് അറിയില്ലേ? വരുന്നോ മോളെ? കോട്ടേജിൽക്ക് മുന്നിൽ ഞാൻ ഇറക്കി വിടാം. പിന്നെ കാറിലോ സ്കൂട്ടറിലോ ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ചാടി കയറിയേനെ. ഈ കുതിരപ്പുറത്ത് എനിക്ക് ധൈര്യം പോരാ. മോളെ, ഒരു ദിവസം ഞാൻ നിന്നെ ഈ കുതിരപ്പുറത്ത് വലിച്ചു കയറ്റും. എന്നിട്ട് പാഞ്ഞൊരു പോക്കുണ്ട്. നിന്റെ ഈ പേടി മാറുമോ എന്ന് എനിക്കറിയണമല്ലോ. ഡേവിഡ് ജി, നീ മനഃപൂർവ്വമാണ് നിഷ. അല്ല പ്രസാദ്, എനിക്ക് വയ്യാഞ്ഞിട്ടാ. ഇന്നലെ മുഴുവൻ നീ ഈ മുറിയുടെ ചൂടിനും തണുപ്പിനും കൂട്ടിരുന്നു, എന്നെ തനിച്ചലയാൻ വിട്ടിട്ട്. പ്രസാദിനോട് പോകാൻ ഞാൻ പറഞ്ഞില്ല. ഈ കോട്ടേജിന്റെ മുറ്റത്തോ പുൽപ്പരപ്പിലോ നമുക്ക് ഒന്നിച്ചിരിക്കായിരുന്നല്ലോ. ഇന്ന് കാലുവേദന കൂടി, നാളെ ഇതിനേക്കാൾ കൂടുമായിരിക്കും. ദേ നോക്ക്, ഒരു ചുവന്ന പൂവ് പോലെയായി എന്റെ പാദം. എന്നിട്ടും ദയയില്ലാതെ സംസാരിക്കുക. പിന്നെ തീർച്ചയായും നാളെ ആശ്വാസം കിട്ടാതിരിക്കില്ല. എനിക്ക് പോണം. എങ്ങോട്ടാ? ഞാൻ തടാകത്തിൽ പോകുന്നു. ഇന്ന് ഞാൻ തുഴയും. പ്രസാദ്, ഞാനില്ലാതെയോ? ബാബുജി, എന്താ ഇവിടെ തനിച്ച്? നീ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു പെണ്ണാണെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. നിനക്കെന്തു വേണം? ബാബുജിക്ക് എന്നെ പരിചയമുണ്ടോ? ഇല്ല.
എവിടെയോ ഹേയ് ഇല്ല, എനിക്ക് നിന്നെ അറിയില്ല. തനിച്ചിരിക്കാനാണ് ഞാനിവിടെ വന്നത്. തനിച്ചിരിക്കാൻ ആരെങ്കിലും ഈ തടാകക്കരയിൽ വരുമോ? കൂട്ടിന് ആരെങ്കിലും ഉള്ളവരാണ് ഇവിടെ വരിക. അല്ല, നീ ഇവിടെ? കൂട്ടുവേണ്ട ആരെങ്കിലും തേടി. അങ്ങനെ ആരെങ്കിലും വരുമെന്ന് എനിക്കറിയാം. നിനക്ക് പോകാം. എവിടെ? ഓ, എൻ്റെ അടുത്ത് നിന്ന് എവിടേക്കെങ്കിലും. ഈ തടാകക്കരയിൽ എത്രയോ പേരുണ്ട്. ഇവിടെ ഇരിക്കാൻ എനിക്ക് ആരുടെ സമ്മതമൊന്നും വേണ്ട. ശരി, ഞാൻ പോയേക്കാം. വെറുതെ എഴുന്നേറ്റ് പോകണ്ട, ഞാൻ ഉപദ്രവിക്കില്ലെന്നേ. ബാബുജി ആരോട് പിണങ്ങിയ പോലെ ഉണ്ടല്ലോ. ആ, ഞാൻ ആരോടെങ്കിലും പിണങ്ങിയാൽ നിനക്കെന്താ? അപ്പൊ പിണങ്ങി എന്നത് സത്യമല്ലേ? ഇനി ഞാനൊന്ന് ആലോചിക്കട്ടെ, പിണങ്ങിയത് ആരോടാണെന്ന്? എൻ്റെ ഭാര്യയോട്. അവൾ എന്ത് തെറ്റാ ചെയ്തത്? എന്നോടൊപ്പം വന്നില്ല. ഇന്നലെ മാത്രമല്ല, ഇന്നും. കാലുവേദനയാണത്രേ, കാലുവേദന. വരൂ ബാബുജി, ഞാനൊപ്പം നടക്കാം. എനിക്ക് കാലുവേദനയൊന്നുമില്ല. അതിന് നീ എൻ്റെ ഭാര്യയാണോ? ആരായാലെന്താ, വരൂ ബാബുജി, നമുക്ക് പൂന്തോട്ടത്തിലൂടെ നടക്കാം. എന്തിന്? പിരിയാൻ നേരം ബാബുജി എനിക്ക് എന്തെങ്കിലും തരും. എനിക്ക് അത്താഴത്തിനുള്ള വകയാവും. ആ, ശരി, നടക്കാം അല്ലേ? നടക്കാം. സുധ ചേച്ചി. ആ, ചേച്ചി അറിഞ്ഞോ, ഇന്ന് ഡേവിഡ് സാബ് പറയാണ് ഒരു ദിവസം എന്നെ കുതിരപ്പുറത്ത് വലിച്ചു കയറ്റുമെന്ന്, എന്റെ പേടി മാറ്റാൻ. എന്നെ കൂടി കൊണ്ടുപോകാൻ പറയണേ. ചേച്ചിക്ക് കുതിരപ്പുറത്ത് കയറാൻ ഇഷ്ടമാണോ? ഓടുന്ന കുതിരപ്പുറത്ത് നിന്ന് വീണ് ചത്ത ബാബുജിമാരെ തേടണ്ടല്ലോ പിന്നെ ജീവിക്കാൻ. നീ വരുന്നില്ലേ? ആ, വരുന്നു. ഞാൻ പോട്ടെ ചേച്ചി. നിന്റെ പേര് സുധ എന്നാണല്ലേ? വിളിക്കുന്നത് കേട്ടല്ലേ? വാ, നമുക്ക് ഈ പടിയിലിരിക്കാം. പോയ ഏതെങ്കിലും ബോട്ട് മടങ്ങി വരുമ്പോൾ നമുക്ക് അതിൽ കയറി തുഴയാം. നമ്മൾ രണ്ടാളും മാത്രം. അവളതറിയണം, കാണണം. ചുവക്കട്ടെ, മുഖവും കാലുപോലെ. ആഹാ, നിന്റെ പണി കഴിഞ്ഞോ? ചെടി നനച്ചു, പൂ വിർത്തു. ഇനി ഒന്നും ചെയ്യാനില്ല. ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാ. നിന്റെ വീട് സുൽത്താൻ കോട്ടയുടെ താഴെ 2 തെരുവിന്റെ ഉള്ളിലാ. ആന്റി കോട്ട കണ്ടിട്ടില്ലല്ലോ? ഇല്ല. എത്ര ശില്പങ്ങളാ അതിന്റെ ഉള്ളില്. പിന്നെ മച്ചും മണിമേടയും ചെങ്കൽ ചുമരും. ഞാൻ കണ്ടിട്ടില്ല. സഞ്ചാരികൾ ആദ്യം പോകുന്നത് കോട്ട കാണാനാണ്. ആന്റി എന്താ പോവാത്തത്? ഞാൻ എവിടെയും പോയില്ല. അതിനു മുൻപ് അസുഖമായി. ദേ കണ്ടില്ലേ കാല്. ഞാൻ സാബിനെ കണ്ടു. എവിടെ? തടാകക്കരയിൽ. പ്രസാദ് എന്ത് ചെയ്യുന്നു തനിച്ച്? തനിച്ചോ? സാബ് സുധച്ചേച്ചി. ഞാൻ സുധച്ചേച്ചിക്ക് പൂവ് കൊടുക്കാൻ പോയപ്പോഴാ കണ്ടത്. തടാകക്കരയിൽ വെറുതെ നിൽക്കുക. എന്താ ആന്റി ചെല്ലാത്തത് എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. അല്ല, പ്രസാദിന് പെട്ടെന്ന് ദേഷ്യം വരും, നിരാശ ഉണ്ടാവും. എത്ര നേരാ ഈ മുറിക്കുള്ളിൽ ഇങ്ങനെ മുഷിയില്ലേ? ആ, അതുപോട്ടെ, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും സുധച്ചേച്ചി. നിന്റെ അച്ഛൻ, അമ്മ? കോട്ടേജിൽ ഓരോ പുതിയ താമസക്കാർ വരുമ്പോഴും ഇത് ചോദിക്കും. പണ്ടൊക്കെ ഞാൻ മറുപടി പറയുമായിരുന്നു. പറഞ്ഞു കരയുകയും ചെയ്യും. അറിയാത്ത അച്ഛൻ്റെയും ഇട്ടേച്ചു പോയ അമ്മയുടെയും കഥ. അയ്യോ, ഞാൻ നിന്നെ നോവിക്കാൻ ചോദിച്ചതല്ല കേട്ടോ. ഏയ്, എനിക്ക് നോവില്ല. എന്നെ വേണ്ടാത്തവരെ കുറിച്ച് ഞാനെന്തിനാ ഓർക്കണേ? നിന്റെ ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല.
നിന്നെപ്പോലെ ചന്തമുണ്ടോ? സുധ ചേച്ചി എന്റെ ചേച്ചിയല്ല. എന്നെക്കാളും മൂത്തതായതുകൊണ്ട് ഞാനങ്ങനെ വിളിക്കുന്നേ ഉള്ളൂ. അവൾക്ക് നല്ല ചന്തമുണ്ട്. ഒന്ന് നോക്കിയാൽ മതി, ബാബുജിമാര് വീഴും. നീ എന്തിനാ അവളുടെ കൂടെ താമസിക്കുന്നെ? പിന്നെ ഞാൻ എവിടെ താമസിക്കും? ആരെ കൂട്ടുപിടിക്കും? ഒരു രാത്രി ആ ഉസ്മാൻ ചട്ടമ്പി എന്നെ കടന്നു പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ഓടിക്കയറിയത് സുധ ചേച്ചിയുടെ വീട്ടിലാ. ചേച്ചിയുടെ മുറിയിൽ അന്നും ഏതോ ഒരു ബാബുജി ഉണ്ടായിരുന്നു. എന്നിട്ടും സുധ ചേച്ചി ഓടി വന്നു, എന്നെ വീട്ടിൽ കയറ്റി കഥ കടച്ചു. പിന്നെ എന്നും അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഓ, കുതിരക്കാരൻ. പുറത്തേക്ക് നോക്കി നിന്നപ്പോഴൊക്കെ ഞാൻ ഈ മനുഷ്യനെ കണ്ടു. ആന്റിക്ക് അറിയില്ലേ ഡേവിഡ് ജിയെ? ഈ താഴ്വരയിലെ കാറ്റ് പോലെയാണ്, എപ്പോഴും എവിടെയും. അയാൾ ഇവിടേക്ക് തന്നെ നോക്കുന്നു. ഞാൻ വിളിക്കാം, പരിചയപ്പെടുത്താം. ഏയ് വേണ്ട, അതൊന്നും പ്രസാദിന് ഇഷ്ടാവില്ല. പ്രസാദ് ഇല്ലാത്ത നേരത്ത് ഈ മുറിയിൽ മറ്റൊരു പുരുഷൻ കടന്നു വരുന്നത്. അപ്പൊ അങ്കിള് സുധ ചേച്ചിയായിട്ട് തോട്ടത്തിൽ കയറിപ്പോയത് ആന്റിയുടെ ഇഷ്ടം നോക്കിയിട്ടാണോ? ഏ, നീ ഇന്ന് എന്ത് ചെയ്യുകയായിരുന്നു? വെറുതെ കിടന്നു, ഒന്ന് മയങ്ങി. പിന്നെ സ്വപ്നം കണ്ടു. ആരെ? പ്രസാദിനെ, അല്ലാതെ മറ്റാരെയാ ഞാൻ സ്വപ്നം കാണുക? അടുത്ത് തന്നെ ഇരിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടും പ്രസാദ് അകന്നു പോയല്ലോന്ന് ഓർത്തു. ആഹാ, ഞാൻ തടാകക്കരയിൽ പോയിരുന്നു. അവിടെ ഒറ്റയായി ആരുമില്ല. ദമ്പതികൾ അല്ലെങ്കിൽ സംഘങ്ങൾ. തടാകത്തീരത്ത് ഒരു തോട്ടം ഉണ്ടല്ലേ? നീ അവിടെ പോയിട്ടുണ്ടോ? എന്ത് ചോദ്യാണ് പ്രസാദ്? പ്രസാദ് ഇല്ലാതെ ഞാൻ എവിടെയാണ് പോവുക ഈ നടക്കാൻ വയ്യാത്ത കാലുമായി? പിന്നെ തോട്ടമുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? സ്വപ്നത്തിൽ അതും കണ്ടോ? അല്ല, പറഞ്ഞറിഞ്ഞു. ആര് പറഞ്ഞു? ഇവിടെ ആര് വന്നു? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്നെ സംശയം മാത്ര. എനിക്ക് ആരെയും വിശ്വാസമില്ല. അതാണ് എന്റെ പ്രകൃതം. എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് സുൽത്താന്റെ കോട്ടയിൽ പോണം. അതിന് നിന്റെ കാൽ സുഖായോ? ആശ്വാസമുണ്ട്. നാളെ ശരിക്കും ഭേദാവും. മടങ്ങിപ്പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പ്രസാദിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ നമ്മുടെ അയൽ വീട്ടുകാർ എന്ത് കരുതും? മധുവിധുവിന് പോയവര് പിണങ്ങി പോന്നോ? പ്രസാദിന് എന്നോട് പിണക്കമുണ്ടെന്ന് അറിയാം. എന്നാലും അത് മറ്റൊരാൾ അറിയാതിരിക്കുകയല്ലേ നല്ലത്? അല്ല, സുൽത്താന്റെ കോട്ടയെക്കുറിച്ച് നിന്നോട് ആര് പറഞ്ഞു? തടാകക്കരയിലെ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞ ആള് തന്നെ. വന്നിട്ട് 3 ദിവസമായില്ല. നിനക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനൊരു ചങ്ങാതിയെ? പ്രസാദം കണ്ടിട്ടുണ്ട്. താര എന്ന ആ പെൺകുട്ടിയെ. ഈ റിസോർട്ടിലെ തോട്ടപ്പണിക്കാരിയാ. അതാണോ? ഞാൻ കരുതി മറ്റാരോ പുരുഷനാണെന്നല്ലേ? അല്ല, നീ അന്യ ആണുങ്ങളുമായി ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ മറ്റ് സ്ത്രീകളുമായി ഇടപെടുന്നത് എനിക്കും ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ദേഷ്യം വരാറില്ല, വേദനയാണ് ഉണ്ടാവുന്നത്. ഏയ്, എനിക്കത്ര ഇടപാടൊന്നുമില്ല. ഇന്നലെ തടാകക്കരയിലെ പൂന്തോട്ടത്തിൽ നിങ്ങളോടൊപ്പം ഒരു പെണ്ണുണ്ടായിരുന്നു, സുധ, ഇല്ലേ? അതെ. ഇന്ന് ഞാൻ അവളുമൊത്ത് റോവിംഗ് ബോട്ടിൽ പോകും. അതിന് കാരണക്കാരി നീയും നിന്റെ ഒരു പാലുവേദനയും. കഴിഞ്ഞ 30 ദിവസമായി നിങ്ങളോടൊത്ത് കഴിയുന്ന പെണ്ണാ ഞാൻ. ഈ ജന്മമാകെ ഒരുമിച്ച് കഴിയേണ്ടതുമാണ് നമ്മള്. എനിക്കൊരു ചെറിയ അസുഖം ഉണ്ടായപ്പോ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലല്ലേ? നിങ്ങൾ കണ്ടതല്ലേ എന്റെ ഈ ചോരക്കാലുകൾ? ഓരോ തവണ എനിക്ക് അസുഖം വരുമ്പോഴും പകരം വീട്ടാൻ നിങ്ങൾ ഒരുവളെ കണ്ടെത്തും. അപ്പൊ പ്രസാദ്, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സ്ത്രീകളുണ്ടാവും? ഓ നിഷ,
ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ആ പെണ്ണില്ലേ ഇവിടെ ഇന്നലെ കണ്ട ആ തരിമ്പ്, ആ, എൻ്റെ ഭാര്യയോട് ചെന്ന് പറഞ്ഞു നമ്മൾ ഒന്നിച്ച് തോട്ടത്തിലേക്ക് പോയെന്ന്. താരയോ? എന്നിട്ട് നിങ്ങളുടെ ഭാര്യ? അവൾ ചിണുങ്ങി, അല്പം കരഞ്ഞു. സാരമില്ല, ഇനിയും അവൾക്ക് നടക്കാനായിട്ടില്ല. അവൾക്ക് നടക്കാനാവുമായിരുന്നെങ്കിൽ? എങ്കിൽ ഞാൻ അവളെ കൂട്ടി ഈ പാതയിലൂടെ നടക്കുമായിരുന്നു, തടാകത്തിൽ പോകുമായിരുന്നു, ബോട്ടിൽ തുഴയുമായിരുന്നു. അവളില്ലാത്തത് കൊണ്ടല്ലേ നിന്നെ കൂട്ടിന് വിളിക്കേണ്ടി വന്നത്. മാത്രമല്ല, അവളാണ് എൻ്റെ എല്ലാം എന്ന വിചാരം അവൾക്കുണ്ടാവാനും പാടില്ലല്ലോ. പെണ്ണ് എപ്പോഴും പാവമാണ്. ഞാനായാലും നിങ്ങളുടെ ഭാര്യയായാലും തോൽപ്പിക്കപ്പെടുന്നവൾ. ആ ദേ ദേ ഒരു ഒഴിഞ്ഞ ബോട്ട്, നമുക്കതിൽ കയറാം. പക്ഷേ സത്യത്തിൽ നിങ്ങളോടൊപ്പം വരാൻ എനിക്ക് പേടി തോന്നുന്നു. എന്തിന്? നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ എന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലുവോ എന്നൊരു ഭയം. ദേഷ്യം വന്നാലല്ലേ? നിന്നോട് എനിക്ക് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ, കാരണം നീ എൻ്റെ ആരുമല്ല. കുട്ടി ആരെയാണ് കാത്തു നിൽക്കുന്നത്? ആരെയുമില്ല. ഇവിടെ സീസൺ തുടങ്ങുന്നു. ഇനി മ്ലാനമായ ഒരു മുഖവും ഇവിടെ കാണുകയില്ല. നാട്ടുകാരായാലും അതിഥിയായാലും അതാണ് സീസണിന്റെ തിളക്കം. പക്ഷെ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഖിന്നമായ ഒരു മുഖം ഞാൻ കാണുന്നു. നിങ്ങൾ? എനിക്ക് മനസ്സിലായില്ല. പരിചയപ്പെടാം. 2-3 ചുവട് നടക്കാൻ വിരോധമില്ലെങ്കിൽ ആ പടിയിലിരിക്കാം. എന്റെ കുതിര വിശ്രമിക്കട്ടെ. അല്ല, അത് എൻ്റെ ഭർത്താവ്. അകത്തില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പരിചയപ്പെടാമായിരുന്നു. ഒരു ദിവസം ഒരാളെ കൂടിയെങ്കിലും അറിയുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. ആ, നടക്കാം. പതുക്കെ മതി. ഞാൻ പിടിക്കണോ മോളെ? ഏയ് വേണ്ട, ഞാൻ നടക്കാം. കുട്ടി എന്തിനാണ് ഭയക്കുന്നത്? എൻ്റെ ഹസ്ബൻഡിന് ഇതൊന്നും ഇഷ്ടാവില്ല. ശരിയാണ്. പുരുഷനാണ് പുരുഷന്റെ ഏറ്റവും വലിയ ശത്രു. ജാലകവട്ടത്തിൽ നിന്റെ മുഖം കണ്ടപ്പോൾ എവിടെയോ എന്തോ കണ്ടു മറന്ന പോലെ എനിക്ക് വാത്സല്യം തോന്നി. നിന്റെ ഭാവത്തിലെ ഏകാന്തത വേദനിപ്പിക്കുകയും ചെയ്തു. ഇവിടെ കാല് കുത്തിയപ്പോഴേ എനിക്ക് അസുഖം ബാധിച്ചു. ശരീരത്തിൽ തുടങ്ങി മനസ്സിലേക്ക് പടർന്നു. പ്രസാദ് എന്നോട് പിണങ്ങി വഴക്കിട്ടു. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ അകൽച്ച സംഭവിക്കില്ലായിരുന്നു. നീ ഒരു വിഡ്ഢി കുട്ടിയെ പോലെ സംസാരിക്കുന്നു മോളെ. പിണക്കമില്ലാത്ത ദാമ്പത്യമില്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എത്ര യാത്ര ബാക്കി. കാലുവേദന മാറട്ടെ, അദ്ദേഹം നിന്നെ നഗരം കാണിക്കും. എനിക്കൊന്നും കാണണ്ട. തടാകക്കരയിലും തോട്ടത്തിലും റോവിംഗ് ബോട്ടിലും ഒക്കെ പ്രസാദ് പോയി കഴിഞ്ഞു. ആ പെണ്ണൂത്ത്. ഞാൻ പറയാം കുട്ടിയുടെ ഭർത്താവിനോട് കുട്ടിയെ സ്നേഹിക്കണമെന്ന് അല്ലേ? പ്രേമിക്കാനൊരു ശുപാർശ. എനിക്ക് വല്ലാത്ത ഉത്സാഹം തോന്നുന്നു കേട്ടോ. ഒരു നല്ല സായാഹ്നം. നിഷ എന്നോടത്ത് വന്നില്ല, പക്ഷേ എനിക്ക് വിഷമമില്ല. നീ മിടുക്കി പെണ്ണാണ് കേട്ടോ. മരവിച്ചു പോകുമായിരുന്ന ദിവസങ്ങൾക്ക് നീ ജീവൻ നൽകി. നാളെയും ഞാൻ ഈ തടാകക്കരയിലുണ്ടാവും. ആ, തീർച്ച, ഞാനും വരും. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. മേം സാബിന്റെ കാലുവേദന മാറിയാൽ? മാറിയാലും അവൾ മുറിയിലിരിക്കട്ടെ, ആകാശം നോക്കി കവിത എഴുതട്ടെ. നിങ്ങൾ എന്നാണ് മടങ്ങിപ്പോവുക? അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഒരു ദിവസം ബാബുജി എൻ്റെ വീട്ടിൽ വരണം. ചെറിയ വീടാണ്, എങ്കിലും അതെൻ്റെ വീടാണല്ലോ.
ആ, ഞാൻ വരും. മാത്രവുമല്ല, നിന്നെ ഒരു ദിവസം ഞാൻ കോട്ടേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഏയ് അത് വേണ്ട. ബാബുജിയുടെ ഭാര്യ. ആ, 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 അവൾ കാണണം. അതിനുവേണ്ടി തന്നെയാണ് നിന്നെ കൊണ്ടുപോകുന്നത്. നീ അവളേക്കാൾ എത്രയോ സുന്ദരിയാ. ചേച്ചി വന്നോ? വൈകിയപ്പോ ഞാൻ കരുതി. ആരുടെയെങ്കിലും ഒപ്പം പോയിട്ടുണ്ടാവുമെന്ന് നീ തീരുമാനിച്ചു അല്ലേ? അതിന് നീ സമ്മതിക്കില്ല. വഴി മുടക്കും. തെമ്മാടിയുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ചത് എന്റെ തെറ്റ്. നീ ആ ബാബുജിയുടെ ഭാര്യയോട് പോയി പറഞ്ഞു അല്ലേ? ദ്രോഹി. എനിക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി, എന്നെ നശിപ്പിക്കാൻ വേണ്ടി. അങ്ങനെയല്ല ചേച്ചി, ആ മാം സാബ് പാവാണ്. ബാബുജിയെ വല്ലാതെ പേടിയോ. പോയിക്കോ, ഇറങ്ങിക്കോ. നീ ഇനി ഇവിടെ വേണ്ട. നാളെ ആ ബാബുജി വരാനുള്ള വീടാണ്. പോടി, ഇറങ്ങി പോടി, ഇറങ്ങി പോയിക്കോ എന്റെ വീട്ടിന്ന്. താര, നീ രാത്രി ചേച്ചി എന്നെ ഇറക്കി വിട്ടു. മനസ്സിലായി. ഇന്നല്ലെങ്കിൽ നാളെ ഒരു രാത്രി ഞാനിത് പ്രതീക്ഷിക്കായിരുന്നു. ഞാനിനി എവിടെ പോ? മോളെ, നീ വരൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം കുതിരപ്പുറത്ത് കയറ്റി നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന്. വാ വാ, സമയമായി. മോളെ, നിനക്ക് അച്ഛനെ ഓർമ്മയുണ്ടോ? ഇല്ല. ഒരു ചിത്രമെങ്കിലും തരുമെന്ന് അമ്മയോട് ചോദിച്ചതാണ്. പക്ഷെ ഇല്ലെന്ന് പറഞ്ഞു. യൗവനത്തിൽ എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു. എനിക്കൊരു മോള്. പക്ഷെ അവൾ പിറന്നില്ല. അവളെ തരാൻ ഒരമ്മയുണ്ടായില്ല എന്ന് പറയുന്നതാവും ശരി. ഞാൻ സാബ്ജിയെ അച്ഛ എന്ന് വിളിച്ചോട്ടെ? വേണ്ട, അവൾ പിറക്കാതെ തന്നെ മരിക്കട്ടെ. എങ്കിലും മോൾക്ക് ഞാനുണ്ടാവും. പ്രസാദ്, എന്റെ അസുഖം മാറി. ദേ നോക്ക്, ഇപ്പൊ നന്നായി നടക്കാം. നാളെ നമുക്ക് സുൽത്താൻ കോട്ട കാണാൻ പോണം. ആ, പൊയ്ക്കോളൂ. നിനക്ക് അവിടെ ഇരുന്ന് കവിതയും എഴുതാം. പ്രസാദ് എന്നോടൊപ്പം വരില്ലേ? ഇല്ല. തുറന്നു പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് നിന്നെ മടുത്തു, ടോട്ടലി. പ്രസാദ്, ആ, ഞാൻ ആലോചിക്കുകയാണ്. ആരംഭിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ ബന്ധം. പ്രസാദ് എന്താണ് ഈ പറഞ്ഞു വരുന്നത്? തുറന്ന സത്യം, നിനക്ക് നല്ലൊരു ഭർത്താവിനെ വേറെ കിട്ടും. സങ്കല്പങ്ങളിലുള്ള ഭർത്താവ്. പ്രസാദ്, ഇത് എന്തിനുള്ള പുറപ്പാടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, ഞാൻ സുധയെ ഒപ്പം കൂട്ടാൻ നിശ്ചയിച്ചു. അവൾക്കാരുമില്ല. ആരെയെങ്കിലും ആവശ്യവുമാണ്. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവൾക്കെന്നെയും. പ്രസാദ്, ഞാൻ അപേക്ഷിക്കുക. നിങ്ങൾ മാലയിട്ട് ഒരു മാസം നിങ്ങൾക്കൊപ്പം കഴിഞ്ഞൊരു പെണ്ണ് കെഞ്ചിയാണ്. പ്ലീസ് പ്രസാദ്. എന്നെ പരിചയമില്ലെന്നറിയാം. പരിചയപ്പെടുത്തുന്നില്ല. എനിക്ക് നിഷയെ ഒന്ന് കാണണം.
നിങ്ങൾക്ക് അവളുമായി എന്ത് കാര്യം? കാര്യമൊന്നുമില്ല, ഒരു സുഹൃത്ത്. നിഷയുടെ കവിതകൾ എനിക്കിഷ്ടമാണ്. നിങ്ങളെപ്പോലെ അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കവിതകളുടെ പേരിൽ കാണാനെത്തുന്ന ചങ്ങാതികളുള്ള പെണ്ണ്. നന്നായി അവളെ ഉപേക്ഷിച്ചത്. ഉപേക്ഷിച്ചോ? ആ, ഇപ്പോൾ ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. ദുഷ്ടൻ! നിഷ മോളെ, യാത്ര പറയാൻ കൂടി കഴിഞ്ഞില്ലല്ലോ. ഡേവിഡ് ജി, രത്നക്കച്ചവടക്കാരൻ വന്നു. ഹോട്ടലിലുണ്ട്. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഹോട്ടൽ പോയി വന്ന് പറഞ്ഞു എന്നെ കാണണമെന്ന്. കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഞാൻ രക്ഷപ്പെട്ടു ഡേവിഡ് ജി. അപ്പൊ നിന്നെ കാത്തിരിക്കുന്ന പ്രസാദ്? അയാൾ അവിടെ കാത്തിരിക്കട്ടെ. അയാളുടെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് രത്നങ്ങളുടെ തമ്പുരാൻ മതി. പോട്ടെ, ഓടിച്ചെല്ലട്ടെ. ഞാനിനി സുൽത്താൻ കോട്ടയിലെ രാജകുമാരിയാ, രാജകുമാരി. ഓ, സീസൺ തുടങ്ങി. ദുരന്തങ്ങളുടെ സീസൺ അല്ല, സൗഭാഗ്യങ്ങളുടെ സീസൺ. സൗഭാഗ്യങ്ങളുടെ സീസൺ. പരിഭവങ്ങളുടെ പാദസരം നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: നിഷ സിനി സുനിൽ, പ്രസാദ് കടക്കൽ സുനിൽ, ഡൊമിനിക് നാസർ അണ്ടൂർക്കോണം, സുധ സ്മിത സുരേഷ്, താര ജോൻ അന്ന ജോൺ. സംവിധാന സഹായം VN ദീപ, N സുനിത, ബിജു കലുവാതിക്കൽ.